റൂമിൻ്റെ തൊട്ടിപ്പുറമാണ് ബാൽക്കണി വരുന്നത്. ആ പാസേജിൻ്റെ നേരെ ഫ്രണ്ടിൽ. അപ്പോൾ ബാൽക്കണിയിലേക്കുള്ള ഡയറക്റ്റ് വന്നു. ഒരു മൂലയിലിരിക്കുകയായിരുന്നു ഗെയിം കളിച്ചുകൊണ്ട്. അവിടെ നിന്ന് എണീറ്റപ്പോൾ ഇയാളെയാണ് ആദ്യം കാണുന്നത്. മറ്റ് രണ്ടുപേർ എന്നെ തടയുന്ന പോലെ ആ ഡോറിൻ്റെ അവിടെ നിൽക്കുക. അവരൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇയാൾക്ക് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആഷ് കളറുള്ള മാസ്ക് ഉണ്ടായിരുന്നു ഇയാളുടെ മുഖത്ത്. അതിട്ടിട്ട് നേരെ എൻ്റെ നേരെ വന്നു. അയാളുടെ കയ്യിൽ ടാപ്പ് ഉണ്ടായിരുന്നു. ടാപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യാണ്ട് അയാൾ എൻ്റെ നേരെ വരുന്നത്. നേരെ വന്നിട്ട് അയാൾ ഡയറക്റ്റ് ഞാൻ കരയുന്ന കണ്ടപ്പോൾ തന്നെ അയാൾ ആ വീഡിയോയിൽ കേട്ടല്ലോ, അങ്ങനെയൊക്കെ അയാൾ സംസാരിച്ചു. മാനം പോകുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് അയാളുടെ നേരെ പിടിച്ച് വലിക്കാൻ നോക്കി എന്നെ. ഞാൻ ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കയ്യിൽ. ഞാൻ ഇങ്ങനെ ആളെ തള്ളി മാറ്റായിരുന്നു. അപ്പോൾ അയാൾ ആ ഫോൺ പിടിച്ചു. പിടിവലിക്കിടയിലാണ് സ്ക്രീൻ റെക്കോർഡിൽ ഗെയിം മിനിമൈസ് ആയിട്ട് ക്യാമറ ഓണായത്. അതിൽ അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അയാൾ സ്ക്രീൻ ലോക്കാക്കിയിട്ട് ഫോൺ അയാളുടെ പോക്കറ്റിലിട്ടപ്പോഴാണ് റെക്കോർഡിങ് നിന്ന് പോയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ കരഞ്ഞിട്ട് അയാളെ തള്ളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറകിലുള്ള ആളുടെ ടാപ്പ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് അയാൾ എൻ്റെ നേരെ വരുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് സൺഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അതിൽ ആദ്യം ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലം അവിടെ വയ്ക്കാൻ നിന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ താഴോട്ട് പോയി. അങ്ങനെ ഇടുപ്പിൻ്റെ ഇവിടെ കുത്തിയിട്ടാണ് ഞാൻ വീഴുന്നത്. മുട്ട് കുത്തിയിട്ട് തല എന്തോ ഭാഗ്യത്തിന് അടിച്ചിട്ടില്ല. അവിടെ വീണ് കഴിഞ്ഞിട്ട് കുറച്ച് ജീവൻ്റെ എണീറ്റ് ഓടാന്നുള്ള ഇതിലായിരുന്നു ഞാൻ. എണീറ്റ് ഓടാൻ നോക്കിയപ്പോൾ കാലെൻ്റെ കൂടെ വരുന്നില്ല. കാലവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. എത്ര നോക്കിയിട്ട് വരുന്ന വേദന കൊണ്ട് ഞാൻ പിന്നെയും കരഞ്ഞു. രക്ഷിക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അയാളുടെ ജ്യേഷ്ഠൻ്റെ വീടൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങോട്ട് നോക്കിയിട്ടെല്ലാം ഞാൻ ഉറക്കെ കരഞ്ഞു. ആ സമയത്തൊന്നും ആരും വന്നില്ല. അപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞ അയാളാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് ആ കിടന്നെടുത്ത് തന്നെ വീണ്ടും വലിച്ചു. കാലിൽ പിടിച്ച് വലിക്കാൻ നോക്കി. ഓൾറെഡി ഇഞ്ചേർഡ് ആയിട്ടുള്ള കാലായതാണെന്ന് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. വീണ്ടും ഉറക്കെ കരഞ്ഞപ്പോൾ അയാളെൻ്റെ വാപത്തി ഞാൻ കടിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ നോക്കിയിട്ട് എന്നെ പൊക്കാൻ നോക്കി. എന്നിട്ട് അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ വന്നു. എന്താന്ന് വെച്ചിട്ട് ടോർച്ച് അടിച്ചത് ഒരു ചേട്ടൻ എന്തോ വന്നു. അത് കഴിഞ്ഞ് പിറകെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ അപ്പോഴും അയാളുടെ പോക്കറ്റിലാണ്. എനിക്കതൊന്നും പറയാനുള്ളൊരിതൊന്നും അപ്പം കിട്ടിയില്ല. വേദന കൊണ്ട് പൊളയായിരുന്നു. ഒന്നാമത് അയാൾ ഇത് പറ്റിയ കാലം അയാൾ വലിച്ചത് കാരണം എനിക്ക് വീണ്ടും നല്ല വേദന ഉണ്ടായിരുന്നു.